ഹായ് കൂട്ടുകാരെ, വൈകിട്ട് ചെയ്യാനുണ്ടായിരുന്ന ചില പരിപാടികളിലെ മാറ്റങ്ങൾ വന്നപ്പോഴേ 1-2 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടോ. എന്നാൽ ആ സമയം നമ്മുടെ ഗാർഡനിലേക്ക് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളുകളായില്ലേ, ഏകദേശം ഒരു മാസത്തോളമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഗാർഡനിലേക്ക് ഒന്ന് ശരിക്കും ഇറങ്ങിയിട്ടും ഒരു മാസമൊക്കെ ആയിട്ടോ. ഒരു മാസമായിട്ട് നമുക്ക് നല്ല ചോക്ലേറ്റിൻ്റെ പണിത്തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊന്ന് അടിച്ചു വരാനും ഒക്കെ ഉണ്ട്. ചെറിയ ചെറിയ കുട്ടി കുട്ടി മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ മുതൽ നമ്മളിതാ ഒരു 10-12 കിലോ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാക്ക് ചെയ്യാനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്ലാൻ. പക്ഷെ അതിൻ്റെ ഇന്നലെ ഉണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ ഒക്കെ മോയ്സ്ചർ കണ്ടൻറ്റ് പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ 2 ട്രിപ്പായിട്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് പോയിട്ടില്ല. മോയ്സ്ചർ കണ്ടൻറ്റ് പോവാതെ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ പാക്കിംഗ് പരിപാടിയാണ് നമുക്കിന്ന് ഒഴിവായി കിട്ടിയ പണി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ, എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചുമന്ന് വന്നേക്കുന്ന ഒരു ഒറ്റ ദിവസം പൂത്ത ഒരു 10-12 പൂവാണ് കേട്ടോ. അത് ഒരേപോലെ തന്നെ അത് പൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ടൈമില്ല. നമുക്ക് ഇന്ന് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ഒരു പടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ചിരട്ടയിലേ ആദ്യം എപ്പോഴും ചോദിക്കും, എന്തിനാണ് ഈ ചിരട്ടയിൽ മമ്മി ഇങ്ങനെ വെച്ചേക്കണം, അതൊരു ഭംഗിയില്ല എന്ന് കേട്ടോ. ചിരട്ടയിലിരിക്കുന്ന ചെടി ഭംഗിയില്ല എന്നല്ല, ഈ ചിരട്ട എപ്പോഴും ഇങ്ങനെ ചെരിഞ്ഞു പോവും. വെള്ളം ഒഴിക്കുമ്പോഴും ചെരിഞ്ഞു പോവും, ഒരു കാറ്റ് വന്നാലും ചെരിഞ്ഞു വീഴും. പിന്നെ ഇവിടെ അടിച്ചു വരാനും നല്ല പാടാണ്. നമ്മൾ അടിച്ചു വരുന്ന സമയത്തും ഈ ചിരട്ടയമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അതൊക്കെ ഇങ്ങനെ ചെരിഞ്ഞ് വീണൊക്കെ പോകട്ടോ. അതുപോലെ തന്നെ ഈ ചിരട്ടയുടെ ചുറ്റും നിറയെ ഈ പൂക്കളും ഇലകളൊക്കെ വന്നിട്ട് അടിച്ചു വാരി എടുക്കാൻ നല്ല പാടാണ്. എല്ലാ ചിരട്ടയും ഫുള്ളി ഇങ്ങോട്ട് മാറ്റി വെച്ച് അടിച്ചു വാരി എടുത്ത് തിരിച്ചങ്ങോട്ട് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ ചോദിച്ചപ്പോൾ 2 ദിവസമായി എന്നോട് ചോദിക്കണു, എന്തിനാ മമ്മി ഇങ്ങനെ ചെയ്തേക്കണേ, അതൊരു ഭംഗിയില്ല എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നാണ് ഞാനും നോക്കണത്. ഞാനും കുറച്ച് ദിവസമായി വിചാരിക്കണു ഇതിനൊരു മാറ്റം വരുത്തണം. ഇത് എപ്പോഴും ഇങ്ങനെ വീണ് പോവുകയാണല്ലോ എന്ന് കേട്ടോ. അടിച്ചു വരാൻ വരുമ്പോഴും വെള്ളം ഒഴിക്കാൻ വരുമ്പോഴൊക്കെ നല്ല പാടായിരുന്നു. പിന്നെ അതിനടിയിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി വെട്ടിയിട്ട് റിങ് കട്ട് ചെയ്തിട്ട് വെച്ചിട്ട് അതിൻ്റെ മീതെ ചിരട്ട വെച്ചാൽ അത് കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. പക്ഷെ അതിനൊന്നുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്യാനോ ഒന്നും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ തൽക്കാലത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് കുപ്പിയൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കാനുണ്ട്, കുറച്ചായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബോർഡർ ഗ്ലാസിൻ്റെ വലിയ ഇതുണ്ടല്ലോ, തെർമോക്കോളിൻ്റെ പാത്രം, അത് ഞാനങ്ങ് തിരിച്ച് വെച്ചിട്ട് അതുമ്മേ ചാരി ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ ചിരട്ടകൾ വെച്ച് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് 2 സൈഡിലും ഒരേപോലെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 പാത്രത്തിലും. ഈ ബോർഡർ ഗ്ലാസ് നല്ല ഭംഗിയാണല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ബോർഡർ ഗ്ലാസ്. അപ്പോൾ ആദ്യം എൻ്റെ നിന്ന് കുറേ നാശമായി പോയി, പിന്നെ വീണ്ടും അതൊക്കെ ഒന്ന് ഉഷാറായി വന്നതാണ്. അപ്പോഴാണ് ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് ചിരട്ടയിലൊക്കെ നട്ട് പിടിപ്പിച്ചെടുത്തത്. ആ ചിരട്ടയൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കുകയാണെങ്കിലും കുറച്ചുകൂടിയും ഭംഗിയായിട്ട് വരും. ഒക്കെ വൈറ്റ് കളറിലാണല്ലോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ചട്ടിയൊക്കെ ഒന്നുകൂടെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഈ വർഷം പെയിൻ്റ് അടിച്ചിട്ടില്ല. അപ്പോൾ ആ പെയിൻ്റ് അടിക്കുന്ന ഒരു സമയമാകുമ്പോൾ നമുക്കെല്ലാം കൂടി പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ വർക്ക് കുറച്ച് കൂടുതലായിട്ട് വന്നപ്പോൾ, നാട്ടിലേക്കൊക്കെ സപ്ലൈ തുടങ്ങിയപ്പോൾ നമുക്ക് കൂടുതൽ വന്നതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു മാറ്റം എന്നുള്ള രീതിയിൽ അതൊക്കെ ഇങ്ങനെ നീക്കി വെച്ചു. അതൊക്കെ ഇങ്ങനെ ചിരട്ടയൊക്കെ ഇതിന് ചുറ്റും ചാരി വെക്കുന്ന പോലെ ആക്കി കേട്ടോ. അതും ഒരു ശാശ്വതമായൊരു വെക്കലല്ല, അതിങ്ങനെ ചെരിയുന്നൊക്കെ ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴോ അല്ലെങ്കിൽ കാറ്റ് വരുമ്പോഴോ ഒന്നും അങ്ങനെ പെട്ടെന്ന് അങ്ങ് വീണ് പോകുന്നില്ല. അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ 2 സൈഡും. അത് കഴിഞ്ഞ് നമ്മുടെ അരേലിയയുടെ ഈ ബോൾ അരേലിയയുടെ ഗോൾഡൻ അരേലിയ ഉണ്ടായിരുന്നത് കുറേ പാത്രത്തിലുണ്ടായിരുന്നു. അതൊക്കെ കേടുവന്ന് പോയിട്ട് ഇപ്പോൾ 2 പാത്രത്തിലാണ് നന്നായിട്ട് ബോൾ പോലെ നന്നായി ഉഷാറായി വന്നേക്കണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് 2 മഴയും, പിന്നെ കാലാവസ്ഥ, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. നല്ല മഴയും ഇല്ല വെയിലും ഇല്ല, അങ്ങനെ ഒരു നല്ലൊരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ബോളരേലിയ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ചെടികളുടെ കൂട്ടത്തെ കൂടെ നിൽക്കുമ്പോൾ എന്തോ ഒരു അഭംഗി, അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുന്നില്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. നമ്മളെന്നും ഇങ്ങനെ 2 നേരം രാവിലെ ആയാലും വൈകിട്ടായാലും ഒക്കെ ഒന്നിങ്ങനെ ചെടികളുടെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ തോന്നുന്നതാണ് എന്തെങ്കിലും ചെയ്യണം, പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ അങ്ങനെ വെച്ചിരുന്നതാണ്. അപ്പോൾ ആ അരേലിയേനെ ആ ബാക്കിലെ റോയിൽ നിന്ന് എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് നമ്മുടെ ഈ ഒരു ഗ്രാസിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. ബോർഡർ ഗ്രാസിൻ്റെ അടുത്തേക്ക് എടുത്ത് വെച്ചു. അതും 2 പാത്രത്തിലുള്ളത് കൊണ്ട് 2 സൈഡിലും ഒരേപോലെ വയ്ക്കാനായിട്ട് പറ്റിയിട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ആ ബാക്കിൽ ഒരു റൂബി പ്ലാന്റും പിന്നെ തൊട്ടപ്പുറത്ത് ഒരു ഗ്രാസും അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ മാറ്റിയിട്ട് ആ ഗ്രാസുകളൊക്കെ എടുത്ത് അങ്ങ് പുറത്തേക്ക് ഈ ഒരു ലൈനിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഗ്രാസിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ഗ്രീനിൽ നിൽക്കുന്ന
ഒരു ഗ്രാസാണ്. അതും എൻ്റെ അടുത്തൊരു 4-5 പാത്രത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ച് സെൻറ്ററിലേക്ക് ആ വെള്ള കളറിലുള്ള ചെടി ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കലേഡിയോ, ആ സംഭവം പുള്ളിയായിട്ടുള്ളത്, അതും കൂടി സെൻറ്ററിൽ വെച്ച് ആ ഒരു റോ സെറ്റാക്കി എടുത്തു. അതിൻ്റെ ബാക്കിലേക്ക് ഞാൻ നമ്മുടെ റൂബി പ്ലാന്റിനെ ലൈനായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു കേട്ടോ. ഒന്നിടവിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്രീൻ, ഒരു റൂബി പ്ലാന്റ്, ഒരു ഗ്രാസ്, അങ്ങനെ അത് മാറ്റിയിട്ട് ഒറ്റ ലൈനിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഒരു അരേലിയാനെ സെൻറ്ററിലും വെച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്ര ഭംഗിയായിട്ട് തോന്നാത്തതുകൊണ്ട് ലാസ്റ്റ് ഞാനതെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. പിന്നെ ഏതായാലും നമ്മൾ ഗാർഡനിലേക്ക് ഇറങ്ങിയതാണല്ലോ, അപ്പോൾ പുല്ല് വന്നിട്ടുള്ള എല്ലാ പ്ലാന്റുകളും പുല്ലൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് സെറ്റാക്കി ആ ലൈനൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലിരുന്നിരുന്ന 2 പ്ലാന്റിനെ ഞാൻ ഇവിടെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെപ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഈ ഗ്രാസുകൾ എടുത്തു വെച്ചപ്പോൾ, അരേലിയൊക്കെ എടുത്തു വെച്ചപ്പോൾ ആ ഒരു ലൈനിൽ അത് കുറവായല്ലോ. അപ്പോൾ ആ ലൈനിലേക്ക് ഞാൻ 2 പ്ലാന്റിനെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലാന്റിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ വരുമ്പോൾ അമ്മ കൊടുത്തയച്ച 2 ചെടികളാണ്. ഒന്നിലിങ്ങനെ കുഞ്ഞു പൂക്കൾ, വെള്ള കളറിൽ പൂക്കളുണ്ടാവും, ഒന്നിങ്ങനെ ഇലച്ചെടിയായിട്ട് നിൽക്കുന്നതാണ്. ആ 2 പോട്ടിനെയും ഒന്ന് വേര് പിടിക്കാൻ വേണ്ടിയിട്ട്, വേരൊന്ന് സെറ്റാവാൻ വേണ്ടി അപ്പുറത്തെ സൈഡിൽ വെച്ചിരുന്നത് എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഡാലിയ പൂട്ടിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണ്. ആ കാറ്റിന് എന്നും വീഴും, എന്നും 2 വട്ടം 3 വട്ടം വീണിട്ട് ഞാൻ കാണുമ്പോൾ ഒക്കെ എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ വളഞ്ഞു തുടങ്ങി, പൂവൊന്നും നിവർന്ന് നിൽക്കുന്നില്ല, എപ്പോഴും വീഴുകയാണ്. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ 2 പാത്രത്തിലാണ് എൻ്റെ അടുത്ത ഡാലിയ. രണ്ടും സെയിം കളർ തന്നെയാണ്. ഒരു കളർ എൻ്റെ നിന്ന് പോയി, ഇപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കിഴങ്ങ് ഇങ്ങനെ ഒരു ദിവസം അത് ക്ലീൻ ആക്കിയ സമയത്ത് കിഴങ്ങ് ഒരു പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് 2 പോട്ടിലേക്കായിട്ട് 2 ബോട്ടിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിന് 2ഉം ഞാൻ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു. അപ്പോൾ 2ലും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പാത്രം ചെറുതായതുകൊണ്ടാണെന്ന് തോന്നുന്നു മുട്ടിന് അത്ര വലിപ്പം ഇല്ല, എന്നാലും വലിയ പാത്രത്തിലേക്കൊക്കെ മാറ്റി നടാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലത്തേക്ക് അതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. അങ്ങനെ ആ ഒരു ലൈനും ഫില്ല് ചെയ്തു. ഒപ്പം തന്നെ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയും ചെയ്തു കേട്ടോ. ഓരോന്നും നമ്മൾ നീക്കി വെക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പുല്ലും പുല്ലല്ല, ഇലകളും പൂക്കളൊക്കെ ഇങ്ങനെ ഉണങ്ങി വീണതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒപ്പം തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ എപ്പോഴും. അപ്പോൾ ആ കാറ്റ് ഇല്ലാത്ത സമയം നോക്കി ഞാൻ വേഗം അതിൻ്റെ ഗ്യാപ്പിൽ നിന്നും ഒക്കെ അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഒരുവിധം സെറ്റാക്കി ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ആ ചിരട്ടകളൊന്ന് സൈഡിലേക്ക് ഒന്ന് റൗണ്ട് ചെയ്ത് വെക്കുക ചെയ്തിട്ടുള്ളൂ. വേറെ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു ഭംഗിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അപ്പം ഞാൻ ഈ റൂബി പ്ലാന്റിന് ഇങ്ങനെ ലൈനായിട്ട് വെച്ചു. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറായിട്ടുണ്ട്, ഒന്ന് ഷേപ്പാക്കിയിട്ട്. ഒന്ന് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് മഴയൊക്കെ 2 മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ നമുക്കത് കട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പ്ലാന്റ് കേട്ടോ, ഇലച്ചെടിയായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഡാലിയയിൽ കണ്ടോ നിറയെ മുട്ടുകളുണ്ട് കേട്ടോ, കാണുന്നുണ്ടോ? അതിൽ കണ്ടോ, ഇവിടെയൊക്കെ മുട്ടുകളുണ്ട് കേട്ടോ നിറച്ചും. പിന്നെ ഇതാണ് ഞാൻ വെള്ള പൂവിടുന്ന കുഞ്ഞ് പൂവിടുന്ന ഒരു ചെടി എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് 2ഉം ഈ സൈഡിലേക്ക് എടുത്തു വെച്ചു. അങ്ങനെ ഈ ഒരു ഭാഗം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്, ക്ലീനാക്കി. ഒന്ന് അടിച്ചു വാരി എടുത്തപ്പോൾ തന്നെ എനിക്ക് ഒരു ഇതായിട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴേക്കും ഇവിടെ നിന്നാണ് നമ്മൾ കുറേ പ്ലാന്റുകൾ, ഡാലിയ ആയാലും അതുപോലെ തന്നെ അരേലിയ ആയാലും അങ്ങനെ കുറച്ച് പ്ലാന്റുകളൊക്കെ നമ്മൾ ഇവിടെ നിന്നാണ് അപ്പുറത്തേക്ക് എടുത്തു വെച്ചത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് അടുപ്പിച്ച് ഇങ്ങനെ കട്ട കുത്തി കാട് പിടിച്ച പോലെ ചെടികൾ വെക്കുന്നതും ഇഷ്ടമല്ല, എന്നാൽ കുറേ ഗ്യാപ്പ് കാണുന്നതും എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ ഒന്ന് അടുപ്പിച്ച് റെഡിയാക്കി വെക്കാമെന്ന്. അപ്പോൾ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നീക്കി ഒന്ന് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ 2 ഫേൺ വിഭാഗത്തിൽപ്പെട്ട 2 ടൈപ്പ് ഞാൻ കൊടുന്നിങ്ങനെ വേരൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഞാൻ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. അവിടെ 3 സെക്ഷനായിട്ടാണ് ഞാൻ വെയിലത്തേക്ക് എടുത്തു വെക്കുന്നതിന് മുമ്പ്. ആദ്യം നട്ടു വയ്ക്കും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു വയ്ക്കും, അവിടെ നിന്നാണ് പിന്നെ ഈ വെയിലുള്ള ഭാഗത്തേക്ക് എടുത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജമന്തിനെയൊക്കെ ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി. പെട്ടെന്ന് കാണുമ്പോഴേ ഒരുപാട് ഗ്യാപ്പില്ലാത്ത രീതിയിലും ഒരുപാട് വലിയ ചെടികളുടെ ഇടയിൽ ചെറുത് കിടക്കുന്ന രീതിയിലൊന്നും അല്ലാതെ നമുക്ക് കാണുമ്പോൾ എങ്ങനെയാണോ ഭംഗി തോന്നുന്നത് ആ ഒരു ഭംഗിയിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അപ്പോൾ ദാ ഇങ്ങനെ ഞാൻ ഒന്ന് ആദ്യം അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോഴും ഭയങ്കരമായിട്ട് ആ സൈഡ് കണ്ടോ നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഈ സൈഡ് എന്തോ ഒരു കുറേ ഗ്യാപ്പുള്ള പോലെ എനിക്ക് വീണ്ടും ഒരു തൃപ്തി വന്നില്ല. അപ്പോഴാണ് ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് ഈ ഫേണിനെ ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ ആ ഒരു ഭാഗം ഒന്ന് ക്ലിയറാക്കി അടിച്ച് വാരി സെറ്റാക്കി എടുത്തിട്ട് അവിടേക്ക് ഫേൺ എടുത്ത് വയ്ക്കുകയാണേ. അപ്പോൾ അത് 2 പാത്രത്തിൽ നന്നായിട്ട് വേരൊക്കെ പിടിച്ച് പുതിയ ഇലകളൊക്കെ വന്ന് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇങ്ങോട്ടേക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പോട്ടുകളാണ് ഈ ഭാഗത്ത് കൂടുതലും ഇരിക്കുന്നത്. ആദ്യത്തെ 2 റോയിൽ ബാക്കിലാണ് നമ്മുടെ ബൊഗൈൻവില്ലകളുടെ വലിയ പോട്ടുകൾ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചെറിയ പോട്ടുകളൊക്കെ അടുപ്പിച്ച് വെച്ചിട്ട് ഫേൺ എടുത്തു വെച്ചു. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ ഇതിൽ കണ്ടോ, ഇത് നമ്മുടെ ബൊഗൈൻവില്ല ഞാൻ ഡബിൾ പെറ്റൽസിൻ്റെ ഒരു കളറ് പീച്ച് കളറ് കട്ട് ചെയ്ത് വേര് പിടിപ്പിച്ച് വെച്ചിട്ട് ഈ ഒരു പോട്ടിലേക്ക് മാറ്റി നട്ടതാണ്. അത് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാൻ ഇതൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് എടുത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. മൊത്തത്തിൽ നമ്മുടെ വൈറ്റ് കളറിലാണല്ലോ എല്ലാ പോട്ടുകളും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുത്ത് വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പെയിൻ്റ് അടിക്കാനായിട്ട് സമയം കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് അടുപ്പിച്ച് ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഗ്യാപ്പ് വന്നപ്പോൾ ആ ഗ്യാപ്പിലേക്ക് ഞാനത് എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ പോട്ടുകളൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചു. അതായത് നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ നിറയെ പൂവിട്ടിരുന്ന സമയത്ത് നമ്മൾ നല്ല ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ പൂക്കളൊക്കെ കഴിഞ്ഞ് നമ്മൾ വെട്ടി കൊടുത്തതാണല്ലോ. ഇപ്പോൾ വീണ്ടും കുറേ കളറുകളൊക്കെ വീണ്ടും നിറയെ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനൊന്നിങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചു. കാരണം ആ ബാക്കിൽ ആ നിൽക്കുന്ന ഭാഗത്ത് നമുക്കൊരു നടവഴി പോലെ വഴിയായിട്ടുള്ളതാണ് കേട്ടോ. നനയ്ക്കാനാണെങ്കിലും നമ്മളിങ്ങനെ നടന്ന് ഗാർഡനിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഉള്ളൊരു വഴി പോലെ ഇട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ടെറസ് നിറയെ ഇങ്ങനെ തിക്കി നിറച്ച് വെക്കാതെ നടക്കാനുള്ള ഗ്യാപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നിന്ന് പോട്ടുകളൊക്കെ ഒന്ന് കുറച്ച് ഇങ്ങോട്ടേക്കൊക്കെ നീക്കി വെച്ച് ആ വഴി ഒന്ന് ക്ലിയറാക്കി അടിച്ച് വാരി നീറ്റാക്കി എടുത്തു കേട്ടോ 2 സൈഡും. അപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും ബാക്കിൽ പിന്നെ തെച്ചികളാണ്, എല്ലാത്തിലും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ എനിക്കിട്ടില്ല കേട്ടോ. അതൊക്കെ അതിൻ്റെ ഗ്യാപ്പിൽ നിന്നൊക്കെ അടിച്ചു വാരി എടുത്ത് അങ്ങനെ സെറ്റാക്കി. അപ്പോൾ ഒരു സൈഡിലെ ചിരട്ടകൾ ക്ലീൻ ആക്കാൻ വേണ്ടി മാത്രമായിരുന്നു പ്ലാൻ. പക്ഷെ അത് റെഡിയാക്കി വന്നപ്പോഴത്തേക്കും ഈ ഫില്ലാവേണ്ട ഭാഗങ്ങളൊക്കെ ഫില്ലാക്കി എടുത്തു കേട്ടോ. അതുപോലെ തന്നെ ഫേൺ എടുത്തത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഈ മുകളിലേക്ക് പോണ ഇരുമ്പ് കോണിയുടെ അടിഭാഗത്തു നിന്നാണ് നമ്മൾ ഫേണും അതുപോലെ തന്നെ ബൊഗൈൻവില്ല നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വേര് പിടിച്ച ആ ഒരു പോട്ടൊക്കെ എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്തപ്പോൾ ഇവിടെയും കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ. ഇവിടെ അധികം വെയിലില്ല. കാലത്തെ കുറച്ച് വെയിൽ ഉദിച്ച് വരുന്ന വെയിലല്ലാതെ മറ്റ് വെയിലുകൾ നല്ല വെയിൽ വരാത്ത കാരണം കൊണ്ട് ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ വെയിലത്തേക്ക് എടുത്ത് വെക്കണത്. അപ്പോൾ ഇവിടെയും ഒന്ന് അടിച്ചു വാരി എടുത്തു, ക്ലീനാക്കി എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്നും ഇങ്ങനെ എല്ലാ പോട്ടുകളും എടുത്ത് നീക്കി വെച്ച് അടിച്ചു വരാനായിട്ട് പറ്റാറില്ല. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഒരുവിധം എല്ലാ ദിവസങ്ങളിലും തന്നെ രാവിലെ അടിച്ചു വരുമ്പോൾ ഞാൻ ഓരോ പോട്ടുകളുടെയും ഗ്യാപ്പിലുള്ള ഒക്കെ അടിച്ചു വാരി ക്ലീനാക്കി എടുക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബിസി ആയപ്പോൾ അത് ചെയ്യാതിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് വന്നു. ഇവിടെ നിന്നുള്ള സാധനങ്ങളാണല്ലോ അങ്ങോട്ടേക്ക് എടുത്തിട്ടത്. ഇവിടെ അപ്പോൾ കുറച്ച് സ്ഥലം വന്നപ്പോൾ ഞാൻ ചുമരരികത്ത് ഇരുന്നിരുന്ന കുറച്ച് പ്ലാന്റുകൾ വീണ്ടും ഇപ്പുറത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. ചുമരരികത്താണ് നമ്മൾ ആദ്യം തന്നെ കമ്പ് നട്ടുപിടിപ്പിക്കുകയോ വിത്ത് പാകി മുളപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്ഥലം കേട്ടോ. അവിടെ നിന്ന് മുളച്ച് ഒന്ന് സെറ്റായി വരുമ്പോഴാണ് ഞാൻ പിന്നെ അതെടുത്തിട്ട് ഇവിടെ നിന്ന് ഒന്ന് മുളച്ച് സെറ്റായി വരുമ്പോഴാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ഇരുമ്പ് കോണിയുടെ അടിയിലേക്ക് എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് അവിടെ നിന്ന് എടുത്തിട്ടാണ് പിന്നെ വെയിലത്തേക്ക് വെക്കുക. വെയിലുള്ള ഭാഗങ്ങളിലേക്ക് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ മാറ്റിയാണ് ഞാൻ വെക്കുന്നത്. നമ്മുടെ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ നട്ട് വെക്കുമ്പോൾ വെയിലും മഴയൊന്നും കൊള്ളാതെ തണലത്ത് വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് വെയിലുള്ളിടത്തേക്ക് എടുത്ത് വെച്ച് പിന്നെ നല്ല വെയിലുള്ളിടത്തേക്ക് എടുത്ത് വെച്ച് അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ചെടികളെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ CC പ്ലാന്റിൻ്റെ 2 ഇല കിട്ടി. ബ്ലാക്ക് CC പ്ലാന്റിൻ്റെ ഇല കിട്ടിയത് ഞാൻ നട്ട് വെച്ചിട്ട് അടിയിൽ ബൾബൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൻ്റെ അവിടെ നിന്ന് വേറെ ബ്രാഞ്ചുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെയാണ് ആ സൈഡിലിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആകാശമുല്ല നക്ഷത്രമുല്ല ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വാടിക്കരിഞ്ഞ് പൂവിടും എന്നും, പക്ഷേ അതിൻ്റെ ആ പച്ചപ്പ് പോയിട്ട് ഇങ്ങനെ കരിഞ്ഞ പോലെ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുതിയ തൈ വരുമ്പോൾ ഇത് മൊത്തം മാറ്റിയിട്ട് അതുമിക്ക് വീണ്ടും പുതിയ തൈകൾ പടർത്താമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തോ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ടാണോ എന്നറിയില്ല, മൊത്തത്തിൽ ഇങ്ങനെ പകുതി പച്ച കളറിലും കുറേ കരിഞ്ഞ് ഒരു ഭംഗിയില്ലാതെയാണ് നിൽക്കണത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാറായിട്ടുണ്ട്. പുതിയ തൈ മുളച്ചിട്ട് ഇത് കളയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ.
പിന്നെ ആ സൈഡിൽ നിന്നൊക്കെ അടിച്ച് വാരി ക്ലിയറാക്കി എടുത്ത് ഇവിടെ അങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇതും ഇവിടെ നമ്മൾ അധികം ഇങ്ങനെ തിക്കി നിറച്ച ചെടികൾ വെക്കാത്തൊരു സ്ഥലമാണ്. കാരണം നമ്മൾ കൈ കഴുകാനൊക്കെ വാഷ് ബേസിൻ്റെ അവിടേക്ക് പോകുന്ന ഒരു വഴിയാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്നും രാവിലെ അടിച്ച് തുടച്ച് ഇടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയും ഒക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുത്തു. ഒന്നുകൂടി ടെറസ് ഒന്ന് അടിച്ചു വരുന്നുണ്ട്. കാരണം ഈ കാറ്റിന് നമ്മൾ അടിച്ചു വരുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കും. നമ്മൾ കോരാൻ അടിച്ചു വാരിയിൽ കിട്ടുന്നത് അങ്ങ് കോരിയെടുക്കും, ബാക്കിയൊക്കെ പറന്നു പോകും. അപ്പോൾ നമ്മൾ കാറ്റില്ലാത്ത സമയം നോക്കി വീണ്ടും വീണ്ടും അടിച്ചെടുത്ത് ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നനയ്ക്കാനുണ്ട്. നമ്മുടെ ബൊഗൈൻവില്ലകളൊക്കെ ഈ തെറ്റത്ത് നിൽക്കുന്ന ബൊഗൈൻവില്ലകളൊക്കെ വാടിയാണ് നിൽക്കണത്. കാരണം അത്രയും വെള്ളം ഇല്ലായിരുന്നു കേട്ടോ. മഴ ചെറുതായിട്ട് ഇങ്ങനെ പൊടിയാറുണ്ട് ചില സമയത്ത്. അപ്പോൾ ചിലപ്പോൾ അന്ന് നമ്മൾ അത് ചെയ്യില്ല, വെള്ളം നനയ്ക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇന്ന് നനയ്ക്കാനുണ്ട്. അപ്പോൾ നനയ്ക്കുന്നതിന് മുമ്പേ ഞാൻ ഇതൊന്ന് കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഓർക്കിഡ് ഉണ്ടല്ലോ, അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇത് ഹോളി ക്രോസ് ഓർക്കിഡോ അങ്ങനെ എന്തോ ഒരു പേര് കേട്ടോ. അപ്പോൾ ഇത് 2 പാത്രത്തിലിരിക്കുന്ന പ്ലാന്റുകൾ ഇങ്ങനെ ഒരുമിച്ച് ഒന്നിങ്ങനെ കെട്ടിക്കൊടുക്കും. കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇല്ലെങ്കിൽ ഒരു പൂവ് 2 പൂവ് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നേക്കാട്ടിലും ഒരുമിച്ച് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ അതൊന്ന് കെട്ടിക്കൊടുത്തു. അതുപോലെ തന്നെ ഈ വെള്ള ജമന്തി ഉണ്ടല്ലോ, എൻ്റെ മഞ്ഞ ജമന്തിയും പച്ച ജമന്തിയും ഒക്കെ പോയി. ഇപ്പോൾ വെള്ള മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പോൾ അതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കട്ട് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഞാനിപ്പോൾ ചെയ്യുന്നില്ല, കാരണം സമയം കുറേ ആയി. നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്ത് സ്പീഡിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിഞ്ഞെങ്കിലും സമയം ഒരു 1-1.5 മണിക്കൂറായി കേട്ടോ. ഇനി നനയും കൂടിയും കഴിഞ്ഞ് വരുമ്പോൾ 2-2.5 മണിക്കൂറാണ് നമ്മുടെ ഗാർഡനിലെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി കൊടുത്തിട്ട് ഞാൻ ഫുള്ള് നനയ്ക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എന്നും നനയ്ക്കാറില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഇവിടെ ചെടികൾ നനയ്ക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക്. കാരണം അധികം വെയിലും ഇല്ല, എന്നാൽ മഴയും ഇല്ല, അങ്ങനൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുണ്ടെങ്കിലാണ് എന്നും നനയ്ക്കണ്ടു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നൊന്ന് നന്നായി നനച്ചാൽ നാളെ നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇടയ്ക്കൊന്ന് മഴ അങ്ങനെ ചെറുതായിട്ട് ചാറി വരികയും ചെയ്യുമ്പോൾ ആ ഇലകളും നല്ല ഫ്രഷായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇന്നലെ നനയ്ക്കാത്തതുകൊണ്ട് ഇന്നേക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒന്ന് നന്നായിട്ട് വാടിയെന്ന് മാത്രം. ഇന്ന് ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാനാണ് പോകുന്നത് കേട്ടോ. 5:30 കഴിഞ്ഞു. 5:30-6 മണിയോട് കൂടി എനിക്ക് ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ചെടികളൊക്കെ ഇതാ ഫുള്ളായിട്ട് നനച്ച് സെറ്റാക്കി കൊടുക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും നമ്മൾ എന്നും നനച്ചു കൊടുക്കുന്നതാണ്. ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മളിപ്പോൾ കായുള്ള സമയത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് നനച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ നമ്മൾ നന്നായിട്ട് നനച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ചെറിയൊരു മാറ്റം മാത്രമേ വരുത്തിയിട്ടുള്ളൂ എങ്കിലും ഈ ഒരു ഭാഗം എനിക്ക് എന്തോ ഒരു ഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് സമയം കൂടി ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കി നിന്ന് ഇനി നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 6 മണിയോട് കൂടി ചോക്ലേറ്റ് ഉണ്ടാക്കി 8 മണി 8:30 ആവും ചോക്ലേറ്റ് ഉണ്ടാക്കൽ കഴിയുമ്പോൾ. അപ്പോൾ ഒരു ട്രിപ്പ് കൂടി ഉണ്ടാക്കിയാൽ നാളെ കാലത്ത് അത് ഒരുമിച്ച് കൊണ്ടുപോയിട്ട് കടയിൽ പോയി പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ നോക്കുന്നതേ പല ചെടികളുടെ ഇടയിലും ഈ വെള്ളീച്ച പോലത്തെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 15 ദിവസം കൂടുമ്പോൾ സാഫ് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. കുപ്പിയിലാക്കിയിട്ട് അങ്ങനെ അടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ വെള്ളീച്ച കാണുന്ന ചെടികളിൽ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ, ഏകദേശം ഒരു മാസമായി ഞാൻ വളമിട്ട് കൊടുത്തിട്ടും അല്ലെങ്കിൽ ഈ സാഫൊക്കെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുത്തിട്ടൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ചെടികളുടെ മേലും ഇതുണ്ട്. പിന്നെ ഇനിയിപ്പോൾ അത് അടിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് ഇന്നിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇനി അടുത്ത ദിവസം ഇതുപോലെ കുറച്ച് സമയം, അതിനധികം സമയമൊന്നും വേണ്ട, 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. എല്ലാ ചെടികൾക്കും അല്ല, ഈ ഇങ്ങനെ വെള്ളീച്ച കാണുന്ന എന്തെങ്കിലും കേടുകളൊക്കെ കാണുന്ന ചെടികൾക്ക് മാത്രം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ ചെയ്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോക്ലേറ്റ് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സ്റ്റെപ്പ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മളിന്ന് ഗോബി ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞായറാഴ്ച കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടിയിട്ട്. പക്ഷേ അത് ഫ്രൈഡ് റൈസിലേക്ക് അന്ന് അത് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല. അന്നും ഇതുപോലെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും ചേട്ടന് കൊടുത്തു വിടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കി. കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ സമയത്ത് ഇതിൽ മസാലയൊക്കെ പുരട്ടി വെച്ചു. പാക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ഗോബി മഞ്ചൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പാക്ക് ചെയ്യാനായിട്ട് പോയില്ലല്ലോ, പാക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഈ പരിപാടി, നമ്മുടെ ഗാർഡനിലെ പരിപാടികളും
അതുപോലെ തന്നെ ചോക്ലേറ്റ് അടുത്തൊരു ട്രിപ്പ് ഉണ്ടാക്കലും കഴിഞ്ഞ് രാത്രിയിലേക്കത്തേക്കാണ് ഞാനത് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ കോളിഫ്ലവറൊക്കെ വറുത്തെടുത്തു. ഉള്ള സാധനങ്ങൾ എൻ്റെ ഒരു സബോള, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഞാൻ ഈ കോളിഫ്ലവർ വറക്കുന്ന സമയം കൊണ്ട് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആ കോളിഫ്ലവർ വറുത്ത ഓയിൽ തന്നെയാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അത് ഒഴിച്ച് കൊടുത്തു. ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം, സബോള, പച്ചമുളക് എല്ലാം ചേർത്ത് ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസൊക്കെ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് കുക്കിങ്ങൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഇപ്പോൾ സോയാ സോസ്, ടൊമാറ്റോ സോസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ചില്ലി സോസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കോൺഫ്ലോറും കൂടി കലക്കി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഈ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിട്ടോ. കുറച്ച് എന്താ പറയുക മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്ര അധികം സവോളയും ക്യാപ്സിക്കും ഇട്ടിട്ട് ഇങ്ങനെ ഗ്രേവി പോലെ ആക്കണം എന്നില്ല കേട്ടോ. ഡ്രൈ ആയിട്ട് ആക്കണമെങ്കിൽ കുറച്ച് സവോളയും ക്യാപ്സിക്കം ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ചെറിയൊരു ക്യാപ്സിക്കായിരുന്നു, അപ്പം ക്യാപ്സിക്കല്ല കോളിഫ്ലവർ കേട്ടോ. അപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടതാണ്. ഞങ്ങൾ 4 പേർക്ക് കൊടുക്കണ്ടേ. അപ്പോൾ കുളിക്കാനൊക്കെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ കുറച്ച് ഗോബി എടുത്തിട്ട് കഴിച്ചു കേട്ടോ. ഗോബി മഞ്ചൂരിയൻ എടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ രാത്രിയിലത്തെ ഞങ്ങളുടെ ഭക്ഷണവും കഴിഞ്ഞു കേട്ടോ. എൻ്റെ ഭക്ഷണം കഴിക്കലും കഴിഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും സൂര്യൻ ഉദിച്ച് വരുന്നതല്ല നിങ്ങൾ കാണുന്നത്. ഇന്നിതാ അമ്പിളിമാമനാണ് ഉദിച്ച് നിൽക്കുന്നത്. എല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം 9:30 എൻ്റെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ചൂടായി. അപ്പം ഞാൻ ഇനി കുളിച്ച് പ്രാർത്ഥന എത്തിച്ച് കിടക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി ഇങ്ങോട്ട് കയറില്ല, ഭക്ഷണം കഴിക്കില്ല, പരിപാടിയൊന്നും ഇല്ല, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.